എല്ലാവർക്കും വന്ദനം. ഉപവാസ പ്രാർത്ഥന ഇന്നും നാളെയും പ്രൈസ് ജനറേഷൻ ചർച്ചിൽ 2 ദിവസം കൂടി തുടരുന്നു. നാളെയോടെ നമ്മുടെ ഈ പ്രാർത്ഥന അവസാനിക്കും. 10 ദിവസത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ദൈവം ഇനിയും നമുക്ക് അവസരം വെച്ചിട്ടുണ്ട്. ഇന്നും നാളെയും താല്പര്യമുള്ളവർക്ക് വരാം. കർത്താവ് നിങ്ങളെ സമൃദ്ധി കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കും. ദൈവവചനം നിങ്ങളെ മാറ്റും. ദൈവവചനം നിങ്ങൾക്ക് പുതിയ ബലം തരും. ദൈവശബ്ദം കേട്ടിറങ്ങിയവരാണ് അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ബൈബിളിൽ കാണുന്നു. ബൈബിളിൽ ദൈവശബ്ദം കേട്ടവരുടെ ചരിത്രം ആദാം മുതൽ നമ്മൾ കാണുന്നു. ദൈവം സംസാരിച്ചവർ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം സംസാരിച്ചവരുടെ ജീവിതം മാറി. ദൈവശബ്ദമാണ് നമ്മെ ശ്രേഷ്ഠരാക്കി മാറ്റുന്നത്. ദൈവവചനത്തിലെ ഒരു സത്യമുണ്ട്. അതായത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത്. അതായത് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നവരല്ല കൂടുതൽ സന്തോഷമുള്ളവർ. കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കുന്നവരാണ് കൂടുതൽ സന്തോഷമുള്ളവരെന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ പ്രകൃതി തന്നെ, നമ്മുടെ ചുറ്റുപാടും തന്നെ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മളെവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ഈ പലയിടത്തും പക്ഷികൾക്കും അതുപോലെ മത്സ്യങ്ങൾക്കൊക്കെ ഫീഡ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഈ ശ്രീരംഗപട്ടണം, മൈസൂരിലെ ശ്രീരംഗപട്ടണം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലുള്ള പക്ഷികൾ വന്ന് ചേക്കേറുന്ന, മുട്ടയിട്ട് വിരിയുന്ന ഒരു സ്ഥലമാണ്. മനോഹരമായ ഒരു ലേക്കാണ്. പാറക്കെട്ടുകളും ചുറ്റും ഫോറസ്റ്റ് നിറഞ്ഞ ഒരു സ്ഥലമാണ്. മൈസൂരിനടുത്ത ആ സ്ഥലത്ത് നമുക്ക് ഈ മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ തീറ്റ കൊടുക്കാം, അതിന് ഫീഡ് ചെയ്യിക്കാം. അവരുടെ കയ്യിൽ നിന്ന് തന്നെ അത് വാങ്ങണം. ആ സ്ഥലത്ത് നിന്ന് തന്നെ, വേറെ നമ്മളുടെ കയ്യിലൊന്നും കൊടുക്കരുത്. നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ കൂട്ടമായിട്ട് മത്സ്യങ്ങൾ നമ്മുടെ അടുത്ത് വരും. അവർ നമ്മുടെ കയ്യിൽ വന്ന് മുട്ടി നിൽക്കും. നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും തോറും നമുക്ക് നഷ്ടമായിട്ടല്ല തോന്നുന്നത്, നമ്മളത് ആസ്വദിക്കുകയാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ മെൽബണിൽ നമ്മളൊരു ഫോറസ്റ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പക്ഷികളെ ഫീഡ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. മനോഹരമായ പല നിറങ്ങളുള്ള, വെളുത്തതും പല കളറുകളുള്ള തത്തകൾ, പല സൈസ് തത്തകൾ നമ്മളവിടെ ചെല്ലുമ്പോൾ മരത്തിൽ വന്നിരിക്കും. നമ്മുടെ കയ്യിൽ ഫീഡ് ചെയ്യാനുള്ള സീഡുകൾ ഉണ്ടെന്ന് കണ്ടാൽ അവർ വന്ന് നമ്മുടെ തോളിലും തലയിലും വന്നിരിക്കും. ചിലപ്പോൾ നമുക്ക് പേടി തോന്നും, എങ്കിലും അവർ നമ്മളെ ഉപദ്രവിക്കില്ല. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൊത്തി കൊത്തി തിന്നും. അത് ഭയങ്കരമായ ഒരു സന്തോഷമാണ് നമുക്ക് തരുന്നത്. നമ്മൾ കൊടുക്കും തോറും അതിന് $15, $25. ചിലർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ വന്നിട്ട് ഈ പക്ഷികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും. അവർ എൻജോയ് ചെയ്യുന്നത് അതിലാണ്. കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷവും വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും തമ്മിൽ താരതമ്യം ചെയ്താൽ ജ്ഞാനികളായവർ കൊടുക്കുമ്പോഴാണ് സന്തോഷിക്കുന്നത്. ജ്ഞാനം കുറഞ്ഞവരാണ് വാങ്ങുമ്പോൾ സന്തോഷിക്കുന്നത്. നമ്മൾക്ക് ആരെങ്കിലും അതിൽ തരുമ്പോഴുള്ള സന്തോഷവും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴുള്ള സന്തോഷവും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് യേശു പഠിപ്പിച്ച ഈ സത്യം, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലത്. ഇതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്. ദൈവം സ്വന്തം പുത്രനെ നമുക്ക് തന്നു. അപ്പോൾ ദൈവം അനുഭവിച്ച ഒരു സന്തോഷമുണ്ട്. നമ്മെ നേടുവാൻ വേണ്ടി, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മുടെ വേദനകൾ അകറ്റാൻ വേണ്ടി സ്വന്തം പുത്രനെ തന്നപ്പോൾ അതൊരു വേദനയാണ്. എന്നാൽ ആ വേദനയിലൂടെ ദൈവം സ്വീകരിച്ച സന്തോഷം, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ തരുമ്പോൾ അതൊരു വേദനയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ സന്തോഷം
ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം മുഴുവനും സന്തോഷിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതായത് 100 ആടിൽ 1 തിരിച്ചു വരുമ്പോൾ, ഒന്നിനെ കാണാതെ പോയതിനെ കണ്ടെത്തി കിട്ടുമ്പോൾ ദൈവദൂതന്മാരുടെ ഇടയിലുള്ള സന്തോഷത്തെക്കുറിച്ച് പറയുന്നു. 10 ദ്രഹ്മയിൽ 1 തിരിച്ചു കിട്ടുമ്പോൾ ഉള്ള സന്തോഷം, 2 മക്കളിൽ 1 ദൂരെ പോയി മരിച്ചുപോയി തിരിച്ചു വന്നപ്പോഴുള്ള സന്തോഷം, ഇതെല്ലാം സ്വർഗത്തിലെ സന്തോഷമായി കാണുന്നു. ഈ സന്തോഷത്തിന് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. യേശുവിനെ, സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി, ദാസനായി, മറ്റുള്ളവർക്ക് ശിക്ഷിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവം. അതിൽ നിന്നുണ്ടായ സന്തോഷം ഇന്നും ദൈവം ആസ്വദിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം മടങ്ങി വന്നപ്പോൾ, യേശു ക്രിസ്തുവിലൂടെ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ ഭയങ്കര ആഘോഷങ്ങളാണ്. ഒരിക്കൽ ദൈവം ചെയ്ത മുടക്കിയ വിലയുടെ സന്തോഷം നമുക്ക് മീനെ ഫീഡ് ചെയ്യുമ്പോൾ, പക്ഷികളെ ഫീഡ് ചെയ്യുമ്പോൾ, മൃഗങ്ങളെ ഫീഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് നമ്മൾ കർത്താവിലോട്ട് തിരിച്ചു വന്ന് പ്രാർത്ഥനയിലിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ആനന്ദിക്കുന്ന ആനന്ദം. എൻ്റെ മകൻ മുഖാന്തരമുണ്ടായ ആ വിലമുടക്കൽ മുഖാന്തരമുണ്ടായ സന്തോഷം, ഇതാണ് റോമാലേഖനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം മുതൽ ഇന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപം എന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. അപ്പോൾ പാപത്തെക്കുറിച്ചുള്ള ഓർമ്മകളും പാപത്തെക്കുറിച്ചുള്ള നിയമങ്ങളുമാണ് ന്യായപ്രമാണം കൊണ്ടുവന്നത്. എന്നാൽ പാപത്തിൽ നിന്നുള്ള മോചനം ന്യായപ്രമാണത്തിൽ നിന്ന് കിട്ടിയില്ല. എന്നാൽ മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറഞ്ഞപ്പോഴാണ് മോഹമൊരു പാപമാണല്ലോ എന്ന് മനസ്സിലായത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴാണ് വ്യഭിചാരം ഒരു പാപമാണെന്ന് എനിക്ക് ബോധ്യം വന്നത്. അപ്പോൾ ന്യായപ്രമാണം തെറ്റാണോ? അല്ല. ന്യായപ്രമാണം വന്നു, അതിനുശേഷം കൃപയുടെ പ്രമാണം പുറകെ വന്നു, വിടുതലിൻ്റെ പ്രമാണം പുറകെ വന്നു. അപ്പോൾ ന്യായപ്രമാണം നിഴലും കൃപയുടെ പ്രമാണം പൊരുളുമായി മാറി. നിഴൽ വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം പൊരുളുണ്ടെന്നാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ഒരു രാത്രി പോകുമ്പോൾ ഒരു നിഴല് കണ്ടാൽ അതിൻ്റെ അർത്ഥം പൊരുളായ വ്യക്തി അതിൻ്റെ അരികിലുണ്ടെന്നാണ്. ന്യായപ്രമാണം ഒരു നിഴലാണെന്ന് പഠിപ്പിക്കുന്നു. നിഴലാണെങ്കിൽ അതിൻ്റെ അർത്ഥം പൊരുളുണ്ടെന്നാണ്. അതുകൊണ്ട് ന്യായപ്രമാണം കൊണ്ട് തീരുന്നതല്ല ബൈബിൾ, പൊരുളായ ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതാണ് ബൈബിൾ. ചിലപ്പോൾ ഈ റോമാലേഖന പഠനം നിങ്ങൾക്ക് ചിലർക്ക് വളരെ കട്ടിയായി തോന്നുന്നുണ്ടോ എന്നെനിക്ക് ഭയമുണ്ട്. എന്നാൽ വളരെ ലളിതമാക്കാൻ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും, ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ റോമാലേഖനം പറയാം, അതാണ് ഈ പഠനത്തിലൂടെ, ഈ ദൂതിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ന്യായപ്രമാണം വന്നപ്പോഴാണ്, നിയമം വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് തെറ്റാണല്ലോ ചെയ്യുന്നത്. എന്നാൽ പരിഹാരം യേശു ക്രിസ്തു മുഖാന്തരം വന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. അപ്പോൾ ന്യായപ്രമാണം ലഭിച്ചു എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ കൃപയും സത്യവും വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. മോശ മുഖാന്തരം നമുക്ക് ലഭിച്ചതാണ് ന്യായപ്രമാണം. ലഭിച്ചതിനേക്കാൾ വലുതാണ് വന്നത്. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു, ഈ ഭൂമിയിലേക്ക് വന്നു. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്.
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വരികയാണ് ചെയ്തത്, നമ്മുടെ അടുക്കലേക്ക് അത് വരികയാണ് ചെയ്തത്. അപ്പം മോശ മുഖാന്തരം ലഭിച്ച ന്യായപ്രമാണത്തേക്കാൾ ജീവനായിട്ട് കടന്നു വന്ന കൃപയും സത്യവുമാണ് പുതിയ നിയമസഭ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നില്ല. നമ്മളിപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്നു. നമ്മൾ സ്വതന്ത്രരാണ്. പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല. പാപം ഇനി നമ്മെ പേടിപ്പിക്കില്ല. പാപം പറയുകയാണ് നീ പാപിയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പറയാം, അല്ല, പാപത്തിന് ജീവിച്ചിരിക്കുന്നവരുടെ മേലെ അവകാശമുള്ളൂ, അനുവാദമുള്ളൂ. ഞാൻ മരിച്ച വ്യക്തിയാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ മരിച്ച എനിക്ക് ഇനി ന്യായപ്രമാണത്തിൽ ജീവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതാണ് നമ്മെ സ്വതന്ത്രമാക്കുന്ന സത്യമെന്ന് ബൈബിളിൽ കാണാം. 4-ാം വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണം സംബന്ധമായി മരിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ കേട്ട് നിങ്ങൾക്കിതിൻ്റെ അർത്ഥം ഏകദേശം വേരുറക്കും. എല്ലാ ദിവസവും കേൾക്കണം. നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരുവനാകേണ്ടതിന്. ഇപ്പോൾ നമ്മൾ ന്യായപ്രമാണ സംബന്ധമായി അടിമകളല്ല, നമ്മൾ മരിച്ചു ഉയർത്തെഴുന്നേറ്റ വേറൊരുവനായി. അതുകൊണ്ട് നമുക്കിനി ഫലം കായ്ക്കാൻ കഴിയുമെന്ന്. നമ്മൾ മരിച്ചു, എന്നാൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം 2-ാം ജന്മമാണ്. ഇന്ന് ലോകത്തിലുള്ള മനുഷ്യർ, ഇന്ത്യൻ സംസ്കാരത്തിലുള്ളവരും 2-ാം ജന്മത്തെക്കുറിച്ച് വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമതൊരു ജന്മമുണ്ട്. അത് എല്ലാവരും തന്നെ പറയുന്നു. അതുകൊണ്ടാണ് പള്ളികളിൽ നമുക്ക് കാണാം, സെമിത്തേരികളിലൊക്കെ ആണ്ട് കുർബാനകളും പല പരിപാടികളുമുണ്ട്. മരിച്ച എല്ലാ മതത്തിലുള്ളവർക്കും കർമ്മങ്ങളുണ്ട്. എന്താണ്? മരണത്തിനപ്പുറം വീണ്ടും ഒരു ജന്മമുണ്ട്. വാസ്തവത്തിൽ ഇത് നമ്മുടെ വീണ്ടും ജന്മമാണ്. ഇത് ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാകൂ. എല്ലാവർക്കും ഈ തിരിച്ചറിവുണ്ടായിട്ടില്ല. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് 2-ാമത് ജന്മമാണ്. ആ 2-ാമത് ജന്മം ഉള്ളവരെയാണ് ഇനി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നാം വീണ്ടും ജനിച്ചവരാണ്, പുതുതായി ജനിച്ചവരാണ്. നമുക്ക് 2-ാം ജന്മമാണ്. അതിൻ്റെ അർത്ഥം ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവർ ന്യായപ്രമാണത്തിൻ്റെ കീഴെയാണ്, പാപത്തിൻ്റെ കീഴെയാണ്. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടവർ പാപത്തിൻ്റെ കീഴെയല്ല. നാം സ്വതന്ത്രരാണ്. നമുക്ക് 2-ാം ജന്മമാണ്. വീണ്ടും ജനിച്ചവരാണ്, പുതുതായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. എത്ര വലിയ ഒരു ധൈര്യമാണ് ഈ വചനങ്ങൾ നമുക്ക് നൽകിത്തരുന്നത്. ഈ പഠനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നുള്ളതിന് 2 പക്ഷമില്ല. ഇത് കേൾക്കുന്നവർക്ക് വലിയ പ്രാഗൽഭ്യമുണ്ടാകും. അപ്പോൾ ഭൂതങ്ങൾ ബാധിക്കുന്ന ആരെയാണ്? 1-ാം ജന്മത്തിലുള്ളവർ. ശാപം പിടിക്കുന്നത് ആരെയാണ്? 1-ാം ജന്മത്തിലുള്ളവർ. മരണം പിടിക്കുന്നത് ആരെയാണ്? 1-ാം ജന്മത്തിലുള്ളവർ. നമ്മെയോ മരണത്തിന് പിടിക്കാൻ കഴിയില്ല. ഭക്തന്മാരുടെ മരണം വിലയേറിയതും ഭക്തന്മാർ മരിക്കുമ്പോൾ നിദ്ര പ്രാപിക്കുന്നുവെന്ന്. ലോകത്തിലുള്ളവർ മരിച്ചാൽ മരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ലാസർ മരിച്ചു എന്നല്ല, ലാസർ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അവനെ ഉണർത്തും. സ്തേഫാനോസ് നിദ്ര പ്രാപിച്ചു. വിശുദ്ധന്മാർ നിദ്ര കൊണ്ടവർ എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു. 2-ാം ജന്മക്കാർക്ക് ഇനി മരണമില്ല. ഒരു ശാരീരിക മരണമുണ്ട്. ശരീരത്തിൽ നിന്നുള്ള വേർപാടിനെ പറയുന്നതാണ് മരണം. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തോടുള്ള വേർപാടാണ്.
ആത്മാവിൽ ഇപ്പോൾ ദൈവത്തോട് വേർപാടില്ല. നാമും ക്രിസ്തുവും, ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നവൻ അവനുമായി ഏകാത്മാവാണ്. വേർപാട് മാറിപ്പോയി. യേശു ക്രിസ്തു വേർപാടിൻ്റെ നടുച്ചുവരുകൾ ഇടിച്ചു കളഞ്ഞു. ദൈവവുമായിട്ടുള്ള വേർപാടിന്ന് നമുക്കില്ല, ക്രിസ്തുവുമായിട്ടുള്ള വേർപാടില്ല, പരിശുദ്ധാത്മാവുമായിട്ടുള്ള വേർപാടില്ല, സ്വർഗവുമായിട്ട് നമുക്ക് വേർപാടില്ല. ഒന്നാണ്. ഇനി ഒരു ശരീരത്തിൻ്റെ വേർപാടുണ്ട്, അതേ ഉള്ളൂ. നമ്മൾ രണ്ടാം ജന്മക്കാരാണ്. ശാപം നമ്മെ തൊടില്ല. ചിലർ പറയോ മന്ത്രവാദം. നിന്നെ മന്ത്രവാദം തൊടില്ല, നീ പുതിയ സൃഷ്ടിയാണ്. ലോകമനുഷ്യന് ആഭിചാരം ഫലിക്കും, മന്ത്രവാദം ഫലിക്കും, നേർച്ച കാഴ്ചകൾ ഫലിക്കും, ശാപവാക്കുകൾ ഫലിക്കും. നിന്നെ എങ്ങനെ ഫലിക്കാനാണ്? യേശുവിനെ പ്രാഗി, ശപിച്ചു, എന്തെല്ലാം പറഞ്ഞു. എന്നിട്ട് യേശു ഉയർത്തെഴുന്നേറ്റില്ലേ? ആ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ് നാം. ഉയർത്തെഴുന്നേറ്റ വ്യക്തിയെ തൊടാൻ ആർക്കും കഴിയില്ല. നാം ക്രിസ്തുവിൽ ഉയർത്തവരാണ്. എത്ര പേര് അതിന് ആമേൻ പറയും? ഈ സത്യം നിങ്ങൾക്ക് റോമാലേഖനത്തിലൂടെയുള്ള ഈ വെളിപ്പാടുകൾ നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ തരും. ബലപ്പെടുക, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വെളിപ്പാട്, ഞങ്ങൾ രണ്ടാം ജന്മക്കാരാണെന്നുള്ള ഈ വെളിച്ചം എല്ലാ ഹൃദയങ്ങളിലേക്കും വരട്ടെ. മന്ത്രവാദം ചെയ്യാനോ ആഭിചാരം ചെയ്യാനോ നശിപ്പിക്കാനോ കഴിയാത്ത ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പോലെ പുതിയ സൃഷ്ടി എന്നുള്ള ആ വെളിച്ചത്തിൽ ജീവിക്കുവാൻ ഇത് കേട്ട എല്ലാവർക്കും ഈ വെളിപ്പാട് വ്യാപരിക്കട്ടെ. അവരെ ബലപ്പെടുത്തണം. ഇന്നുള്ള എല്ലാ വിഷയത്തെയും ഓവർകം ചെയ്യാനുള്ള ശക്തി പുതിയ സൃഷ്ടിക്കുണ്ടല്ലോ. അവരത് ജയിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ വെളിപ്പാടുകളാൽ നിറഞ്ഞു വളരാം, കർത്താവിൽ ബലപ്പെടാം. നാളത്തെ ഉപവാസ പ്രാർത്ഥന സമാപന ദിവസമാണ്. ഇന്ന് രാവിലെ നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്, രാവിലെ 10:00. ഈ 2 ദിവസം നഷ്ടപ്പെടുത്തരുത്. കർത്താവിൽ വേരൂന്നി വളരാം. ഗോഡ് ബ്ലസ് യു.